ആൻഡ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെയും പോലെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്ട്രെങ്ത് ഈ ഷോയുടെ എല്ലാമായ സുരാജ് ഏട്ടൻ. നമസ്കാരം. നമസ്തേ. നമസ്കാരം സുരാജ് ഏട്ടാ. സുരാജേട്ടൻ എപ്പോഴും സുസ്മേര വദനനായിട്ടാണല്ലോ നിൽക്കാറ്. സുസ്മേര വദനൻ അല്ല, സ്വയം സന്തോഷിച്ച് മറ്റുള്ളവർക്ക് ആ സന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരാളില്ലേ സുസ്മേരവദനൻ? ഞാൻ കേട്ടത് സുസ്മേര കൊരങ്ങനെന്നാ കേട്ടത്. ഞാൻ ഇനി അടുത്ത് വല്ല വട്ടപ്പേരെങ്ങാനും വീഴാൻ പോകുന്നോന്ന് പേടിച്ചതാ. അല്ല, വട്ടപ്പേരൊക്കെ ഉണ്ടോ? വട്ടപ്പേരിനോട് പേടിയല്ല. വൺസ് വട്ടപ്പേര് ഒരാൾക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം അത് മാറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ചില ആളുകളുടെ വട്ടപ്പേര് ശ്രദ്ധിച്ചിട്ടില്ലേ? മൃഗങ്ങളുടെ പേര് വെച്ചിട്ടായിരിക്കും കളിയാക്കി വട്ടപ്പേര് വിളിക്കുന്നത്. പോത്ത്, കാള, പശു എന്നൊക്കെ. പക്ഷെ ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കി വട്ടപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമല്ല. ഏതെന്നറിയോ? പുലി. ഇവൻ പുലിയാണ് കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്. പക്ഷെ പോത്ത്, കാള, പശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പുലി മൃഗം അല്ലേ? പിന്നെ പുലി എന്ന് പറയുമ്പോൾ മാത്രം കുഴപ്പമില്ല അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ല, അതൊക്കെ സമ്മതിച്ചു. അപ്പൊ സുരാജ് ചേട്ടന് വട്ടപ്പേരുണ്ട്, അതാണ് ഇത്ര രോഷം കൊള്ളുന്നത്. അല്ല, എനിക്ക് വട്ടപ്പേരുണ്ട്, അത് ഇങ്ങനത്തെ ഒന്നുമല്ല. അതപ്പോ ഏത് കാറ്റഗറിയിൽ പെടുന്ന? ഏതാണ്? അല്ല, നമ്മള് നേരത്തെ പറഞ്ഞ പുലി, കാള, പോത്ത്, പശു. അതൊന്നുമല്ല. എന്റെ പേര് നേരത്തെ ഇവിടെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. വീട്ടിൽ സ്നേഹം കൂടുമ്പോ വിളിക്കുന്നതാണ്. അത് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ, അത് വിരളിൽ എണ്ണാവുന്നുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചിയൊക്കെ വിളിക്കുന്നത് കുട്ട എന്ന് വിളിക്കും. പേര് കുട്ട എന്നാണ്. സ്നേഹത്തോടെ വിളിക്കും അല്ലേ? അതെ. ഇനിയിപ്പോ അതൊന്നും വിളിക്കുന്നത് എന്റെ പേര് ഉണ്ട് സുരാജ്. കുട്ടേട്ട എന്ന് വിളിക്കണ്ടല്ലോ അല്ലേ? വഞ്ചുപോയി. അപ്പൊ ഏതായാലും സുരാജേട്ടാ, അതവിടെ നമ്മുടെ വട്ടപ്പേരിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരായിട്ട് ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇന്നത്തെ ഗസ്റ്റിന്റെ ഇപ്പോഴത്തെ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കും അറിയില്ല. പക്ഷെ പഴയ പേര് പറഞ്ഞാൽ അറിയും. പുള്ളിക്കാർക്കും രണ്ടുപേരുണ്ട്. അതെ, രണ്ടുപേരുണ്ട്. മലയാളത്തിന്റെ ലെജൻഡ് ഡയറക്ടർ ഹരിഹരൻ സർ നമുക്ക് സംഭാവന ചെയ്ത എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സംഭാവന ചെയ്ത അല്ലെങ്കിൽ സമ്മാനിച്ച് നമ്മൾ മലയാളികൾ ജാനകിക്കുട്ടിയായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ജോമോൾ. लड़के और लड़के कहाँ से आया है रे तू? प्यारा है शक्ल से, अकल का मारा है रे तू. हाँ जल गई मेरी बातों से तू जल गई. हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई. ओ तरवा तू किस खेत की मूली है जरा पता. टीवी पे ब्रेकिंग न्यूज, हर मेरा घाघरा है बगदाद से लेके दिल्ली आगरा. നമസ്കാരം. നമസ്കാരം ജോമോൾ. ദേവിക. എന്തുണ്ട് ജോമോൾ വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം. സുരാജേട്ടൻ ആദ്യമായിട്ടല്ലേ നമ്മൾ ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് ആണ് കാണുന്നത്? അതെ, ഇങ്ങനെ ഇത്രയും അടുത്ത് കാണുന്നതും. സിനിമയിലൂടെ മാത്രമേ നമ്മൾ എല്ലാവരും ജോമോളെ കണ്ടിട്ടുള്ളൂ. ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു 2002 അഭിനയം നിർത്തി അല്ലേ? അതെ, 2002 അഭിനയം. ഏകദേശം ഒരു നീണ്ട 13 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ്. പുതിയ ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ഇൻട്രൊഡക്ഷൻ. താങ്ക് യു. അപ്പൊ പിന്നെ ഈ ഇത്രയും വർഷത്തെ ഇടവേള കഴിഞ്ഞ് ശരിക്കും നമ്മളൊക്കെ വിചാരിച്ചത് എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ. സത്യം, ഞാൻ ആദ്യം കൂടെ ചോദിക്കാൻ വരികയാണ്, അമേരിക്കൻ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? എല്ലാവരുടെയും വിചാരം ഞാൻ അമേരിക്കയിലായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ആ കൊല്ലം തന്നെയാണ് സംയുക്ത
കല്യാണം കഴിഞ്ഞ ദിവ്യ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരേ ദിവ്യ ഉണ്ണി, ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു 2-3 മാസം ഗ്യാപ്പ് പ്ലാൻ ചെയ്തിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞത്. അപ്പം പിന്നെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ഒരുവിധം എല്ലാവരും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞവരെല്ലാവരും അമേരിക്കയ്ക്ക് പോകുന്ന ഒരു പതിവുണ്ട്. ഇവിടെ നല്ല നല്ല പെമ്പിള്ളാര് അഭിനയിച്ച് നടക്കുന്ന പെമ്പിള്ളാരെ എല്ലാം നേരെ അമേരിക്കയിലേക്ക് വിടും. അപ്പം ഞാൻ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ബോംബെക്കാ പോയിട്ടുള്ളത്. ബോംബെക്ക് പോയിട്ട് പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും അമേരിക്കയിലാണെന്നുള്ളൊരു വിചാരം നമ്മൾ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്, ജോമോൾ അമേരിക്കയിൽ. അതുപോലെ എനിക്ക് മലയാളം അറിയില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. കണ്ടോ ഇത്രയും പച്ച മലയാളം പറയാണ് നമ്മുടെ ജോമോള്. അമേരിക്കയിലൊന്നും അല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. എവിടെയാണ് ശരിക്കും? തിരുവനന്തപുരമാണോ എറണാകുളമാണോ? ഇപ്പം എറണാകുളം. ഇപ്പൊ എറണാകുളം. എറണാകുളത്ത് എവിടെ? കടവന്ത്ര, ജവഹർ നഗർ. ജവഹർ നഗർ, കടവന്ത്ര. കടവന്ത്ര ജവഹർ നഗറിലാണ് ഇപ്പോ ആള് താമസം. തിരുവനന്തപുരത്ത് വീടുണ്ടായിരുന്നു? തിരുവനന്തപുരത്ത് വീടുണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും. ഹസ്ബൻഡിന്റെ സ്ഥലം? ഹസ്ബൻഡ് ജനിച്ചതും വളർന്നതും എല്ലാം ബോംബെയിലാണ്. അച്ഛൻ തിരുവല്ലയാണ്, അമ്മ പത്തനംതിട്ടയാണ്. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കും? അയ്യോ, എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കും. അല്ല, പിന്നെ നമ്മള് കേട്ടിട്ടുണ്ട് അന്നൊക്കെ കാര്യം എന്തോ നെറ്റിലൂടെയാണ് പരിചയപ്പെട്ടത്, ഇന്റർനെറ്റിലൂടെ. അത് ഫേസ്ബുക്ക് ആണോ ഓർക്കുട്ടാണോ എന്തായിരുന്നു? അന്ന് ഫേസ്ബുക്ക് ഉണ്ടാവണമെന്ന് ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സമയമാണ്. അല്ല, ഓർക്കുട്ടൊക്കെ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളത്? ഇപ്പോഴാ വന്നത്. ഒരുപാട് കാലം, കുറച്ചല്ല, ഞാൻ പറഞ്ഞില്ല 13 കൊല്ലമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം അതിനൊരു 2 കൊല്ലം മുമ്പാണ് പ്രണയിച്ചു തുടങ്ങി. അപ്പൊ ഒരു 15 കൊല്ലം. അപ്പൊ നെറ്റിലൂടെ ആദ്യത്തെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജോമോളാണ് പ്രണയം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ അത് ജൂഡ് ആന്റണി എന്ന് പറയുന്ന ഒരു സംവിധായകനിൽ വന്ന് നിൽക്കുകയാണ്. നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ കൃതാർത്ഥയാണ്. എങ്ങനെയാണ് ദാമ്പത്യ ജീവിതമൊക്കെ? സന്തോഷമായിട്ട് പോകുന്നു? സന്തോഷം, ദൈവാനുഗ്രഹിച്ച് നന്നായി പോകുന്നു. 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് 11 വയസ്സായി, രാജഗിരി പഠിക്കുന്നു. ഇളയ ആൾക്ക് 7 വയസ്സ്, അവളും രാജഗിരിയിൽ പഠിക്കുന്നു. അങ്ങനെ സന്തോഷമായ കൂടെ. ചേട്ടന്റെ പേര്? ചന്ദ്രശേഖർ. ചന്തു. ചന്തു എന്ന് വിളിക്കും. ചന്തു. ചതിയൻ ചന്തു ആണോ? ചതിക്കാത്ത ചന്തു. ചതിക്കാത്ത ചന്തു ആണ്. ഉറപ്പാണ്, ചതിച്ചിട്ടില്ല ഇതുവരെ ഇല്ല. ഇതുവരെ ഇല്ല. ഓക്കെ, ഒരിക്കലും ചതിക്കാതെ നന്നായിട്ട് തന്നെ പോട്ടെ. പിന്നെ ചന്തു ഏട്ടാ, ഹായ്. ഇപ്പൊ ഷിപ്പിലായിരിക്കും. ഷിപ്പിലാണ് ജോലി? അല്ലല്ല, എഞ്ചിനീയർ ആണ്, ഓഫ് ഷോറിലാണ്. അപ്പം 4 ആഴ്ച ഷിപ്പിൽ, 4 ആഴ്ച വീട്ടിൽ വരാം. കടലിലും കരയിലുമായിട്ട് അങ്ങനെ സുഖമായിട്ട് ജീവിക്കും. ഞാൻ പറയും വീട്ടിൽ വന്ന് വീട്ടിലെ സിറ്റുവേഷൻ എല്ലാം മടുത്ത് കഴിയുമ്പോഴത്തേക്കും നേരെ കടലിൽ പോകും. അവിടുത്തെ മടുത്ത് 4 ആഴ്ച കഴിയുമ്പോ വീണ്ടും. ശരിക്കുള്ള പേര് എന്താ? കാരണം നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പോലെ കേൾക്കുന്നത്. ജോമോൾ എന്നാണെന്ന് പറഞ്ഞു. വീട്ടിൽ വിളിച്ച പേര് ജോമോൾ എന്നാണ്. ജോമോൾ. എനിക്ക് ആ പേര് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാരും എൻ്റെ അടുത്ത് പറയും, നിന്റെ വീട്ടുകാർക്ക് വയസ്സായാലും, അന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറയും, 60-70 വയസ്സായാലും നിന്നെ മോളെ പോലെ എല്ലാരും കാണാൻ വേണ്ടിട്ടായിരിക്കും ഈ പേരിട്ടതെന്ന് പറയും. ജോമോള് മോളും ഇനി വിളിക്കും മോളെ. അല്ല, അവർക്കറിയില്ല എന്റെ പേര് ജോമോൾ ആണെന്നുള്ളത്. കേരളത്തിൽ വന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെ ഇല്ല. ബാക്കി കുട്ടികള് പറഞ്ഞു ഇങ്ങനെ, യുവർ മദർ വാസ് ആൻ ആക്ട്രസ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ, അമ്മയുടെ പേര് ജോമോൾ എന്നാണെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മൂത്ത മോൾ ആദ്യം വന്നത്, അമ്മ അമ്മയുടെ പേര് ഏതെങ്കിലും ചാൻസിൽ ജോമോൾ ആയിരുന്നു. അവര് ഗൗരി എന്നാ കേട്ടിട്ടുള്ളൂ. എന്നാ മോളുടെ പേരെന്താ? ആര്യ. ആര്യ, ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോളൂ മോളെ. ജോമോൾ എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിയാവൂ. മലയാള സിനിമ ആസ്വാദകർക്ക് എല്ലാവർക്കും ജോമോൾ എന്ന് പറഞ്ഞാലേ അറിയാവൂ കേട്ടോ. ശരിക്കും വീട്ടിൽ എന്താ വിളിക്കുന്നത്? ഇപ്പോഴോ? ഇപ്പൊ എന്നെ പറയൂ. വാവ. മോള് അതിലും കുറഞ്ഞു. മോളെ മാറ്റി വാവേ. അതിനു മുമ്പ് ആദ്യത്തെ പേരെന്തായിരുന്നു? ആദ്യത്തെ പേര് ജോമോൾ ആയിരുന്നു. അത് വീട്ടിൽ വിളിച്ചിരുന്ന പേര്. പിന്നെ സ്കൂളിലായപ്പം അതൊരു ഒഫീഷ്യൽ ആവാൻ വേണ്ടി ജോമ ആയിരുന്നു. പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നെ ജോ എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഒരുവിധം എല്ലാവരും എന്നെ ജോ എന്നാണ്. ഹസ്ബൻഡ് എന്താ വിളിക്കുന്നത്? വീട്ടിൽ വിളിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അല്ല വീട്ടിൽ വിളിക്കുന്നതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ചന്തുവേട്ടന്റെ കാര്യം ആലോചിക്കുകയാണ്. പിന്നെ ആദ്യം ജോമോൾ, ആ പേര് മാറ്റി, പിന്നെ ജോ എന്നാക്കി, അത് മാറ്റി, വാവേന്ന് വിളിച്ചു നോക്കി, അത് മാറ്റി, അല്ല അവസാനം ഗൗരി എന്ന് ഇട്ട് നോക്കി, അതിലും വിളി വരുന്നില്ല. പിന്നെ താലോലിക്കാൻ വേണ്ടി വാവേ, അതില് വീണ് ഫ്ലാറ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 13 വർഷം ശരിക്കും സിനിമയിലോ ഇല്ലെങ്കിൽ TV പ്രോഗ്രാമിലോ
ഇതുവരെ എങ്ങും ഉണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. TV പ്രോഗ്രാമിൽ 1-2 പക്ഷെ അത്ര ഇല്ല. ഞാൻ കഴിവതും ഔട്ട് വെളിയിലായിരുന്നു, എന്നുവെച്ചാൽ വന്നിട്ടില്ല, ഒരു ലോ പ്രൊഫൈലായിരുന്നു. എന്തായിരുന്നു ചേട്ടൻ പറഞ്ഞോ കല്യാണത്തിന് ശേഷം ഇനി അഭിനയം പാടില്ല? അല്ല, ചേട്ടൻ പറഞ്ഞു കല്യാണത്തിന് ശേഷം നീ അഭിനയിക്കും, അപ്പൊ എനിക്ക് വീട്ടിലിരിക്കാലോ, ജോലി ചെയ്യണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ജോലി ചെയ്താ ഞാൻ വീട്ടിലിരിക്കാം. അയ്യോ, അതെന്ത് പൂർണ്ണമായിട്ട് വേണ്ടാന്ന് വെച്ചത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ലോ പ്രൊഫൈല് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് മാറി അങ്ങനെ ആ ഒരു ഇമേജ്, എനിക്ക് ആ ഒരു ഫീലാണ് പണ്ട് തൊട്ട്. കല്യാണം കഴിച്ച് ഒന്ന് കുടുംബമായിട്ട് ഇരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, എനിക്ക് അതിലായിരുന്നു കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. പിന്നെ ഇല്ല, മൂവീസ് ഉള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്, അതൊക്കെ ഉണ്ട്. അന്നുള്ള ആൾക്കാരുമായിട്ട് എല്ലാവരും വിളിക്കും, കോണ്ടാക്ട് ഒക്കെ ഉണ്ട്? എല്ലാവരുമായിട്ടില്ല, പക്ഷെ ഒരുവിധം 1-2 പേരായിട്ടുള്ള. നമ്മുടെ അമേരിക്ക കെട്ടിച്ചു വിട്ട ദിവ്യ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. പിന്നെ എന്തൊക്കെയായിരുന്നു ഡാൻസ്? ഞാൻ പഠിച്ചതോ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്, 18 കൊല്ലം പഠിച്ചു. ദിവ്യ ഉണ്ണി അവിടെ വലിയ ഡാൻസ് സ്കൂളൊക്കെ നടത്തി. ഞാൻ അതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. എന്നിട്ട് വീട്ടിലെ പിള്ളേരുമായിട്ട് നല്ലൊരു അമ്മയായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. അല്ല, നല്ലൊരു അമ്മയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ. നല്ലൊരു ഭാവിയായിട്ട് ഇരിക്കാൻ. എന്റെ വാവേ, ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ വാവേ? ഇത് ഇനി സിനിമയിലങ്ങോട്ട് തിരിച്ചു വരല്ലേ? വരണം. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ് നമ്മുടെ ജോമോൾ മലയാള സിനിമയിൽ വീണ്ടും നിറസാന്നിധ്യമായി മാറാൻ വേണ്ടി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം പഴയതിലും മെലിഞ്ഞ് ഗ്ലാമറായി ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തത്. അതെ, തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ കംബാക്ക് ഒരു ഭയങ്കര ഇമ്പാക്ട് വേണം. ഓക്കെ, അതില് നമ്മളിതാ 2 കൈ കൊണ്ട് സ്വീകരിക്കാനായിട്ട് പ്രേക്ഷകർ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. അല്ല സുരാജ്, ഇപ്പൊ നമ്മൾ ഈ ജോമോൾ ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പം ചാക്കോച്ചന്റെ കൂടെ നിറം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അതേമാതിരി മയിൽപീലിക്കാവ്, ഈ നിറത്തിൽ തട്ടി വീഴുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ അതുപോലെ ജീവിതത്തിൽ ഒരിക്കൽ തട്ടി വീണു, അതാണ് നേരെ ചന്തുവേട്ടന്റെ ജീവിതത്തിലേക്ക് തട്ടി വീണു. പിന്നെ അതിൽ നിന്ന് ഒരിക്കലും കരകയറരുത്. അങ്ങനെ തന്നെ ആ ഒരു ക്യാരക്ടർ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ട്. ബാക്കി ഏത് സിനിമ നമുക്ക് എടുത്തു നോക്കിയാലും ജോമോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരെ നമുക്ക് ആ തട്ടി വീഴലാണ്. അത് എന്റെ ഒരു കൂടപ്പിറപ്പാണ് ഇന്ന് പോലും. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ തട്ടി വീഴുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് എന്റെ മനസ്സിൽ ഈ ക്യാരക്ടർ അഭിനയിച്ചപ്പോഴും എനിക്കത് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ ഒരു ചടങ്ങിന് പോവാ, ഒരു പബ്ലിക് ഫംഗ്ഷന് പോവാ. അപ്പൊ ഞാൻ ഓഡിയൻസിന്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു. അപ്പൊ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്പീക്കറിന്റെയോ മൈക്കിന്റെയോ എന്തിന്റെയോ ഒരു കോഡ് അവിടെ കിടപ്പുണ്ടായിരുന്നു. നമുക്ക് തട്ടി വീഴാനുള്ള സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയി അതില് തട്ടി വീണ് കഴിഞ്ഞപ്പം നാട്ടുകാർ മുഴുവൻ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആലോചിച്ചത്, ഇതിനു മുമ്പ് ഞാൻ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്നും കൂടെ എവിടെയെങ്കിലും എന്റെ കാല് തട്ടും. ഇവിടെ ഇതുവരെ വീണില്ല. അല്ല, വീഴാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അപകടമൊന്നും കൂടാതെ. അല്ല, നേരത്തെ അങ്ങോട്ട് പോയപ്പം അവിടെ ഒരു കോഡ് ഉണ്ടായിരുന്നു. ഞാൻ വരുന്ന കണ്ട് ഈ കഥ കേട്ടിട്ട് അവരെ വേഗം അതെല്ലാം മാറ്റി. ജോമോൾ പാടിയിട്ടുണ്ടോ? മക്കളെ ഉറക്കാൻ പാടിയിട്ടുണ്ട്. പക്ഷേ പിന്നെ പാടാൻ തുടങ്ങിയപ്പോ എന്റെ മക്കൾ അമ്മ പാടണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് ഉറങ്ങിക്കോളാം. പിന്നീട് വീട്ടുകാർക്ക് അത് പേടിയായി. പിന്നെ അതൊരു പേടി സ്വപ്നം. അവര് അമ്മ പാടരുത് പ്ലീസ്, ഞങ്ങൾ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞവർ ഉറങ്ങിയിട്ട്. ചന്തുവേട്ടൻ ഇമെയിലിലൂടെ കിട്ടിയ ഒരു ഫീമെയിലാണ് ഈ നിൽക്കുന്ന ജോമോൾ അല്ലേ? ചന്തുവേട്ടൻ വളരെ ഹാപ്പിയാണ്. അതെ, എന്ന് ചന്ദ്രനോട് ചോദിക്കണം. ചന്തുവേട്ടനെ കൂടെ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ചോദിക്കണം ഹാപ്പിയാണോ? എന്റെ പൊന്നനിയാ, അതുകൊണ്ടാണ് ഞാൻ ഈ 6 മാസം കടലിലോട്ട് പോണത്. 6 മാസത്തിൽ ഒരിക്കൽ കാണുമ്പോ ആ ബന്ധം എന്താടാ? അതല്ലേ നീണ്ട 13 വർഷം. അപ്പൊ സത്യം പറഞ്ഞാൽ ജീവിച്ചത് 6.5 കൊല്ലമേ ഒരുമിച്ച്, ബാക്കി പകുതി കപ്പലില്. ശരിയാ, 13 വർഷമായിട്ട് 6.5 വർഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെ, അല്ല, എല്ലാം 1 മാസം വീട്ടിലും 1 മാസം വെളിയിൽ ഒരിക്കലും. ഒരു കൊല്ലം ആവുമ്പം 6 മാസം ആയിരിക്കും ഒരുമിച്ചുണ്ടാവും. അതായിരിക്കാം രഹസ്യം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് പാടാൻ വയ്യ, ഇവിടെ എല്ലാരും ഉറങ്ങിപ്പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉണരാൻ വേണ്ടിട്ട് ഇവിടെ ആരാ പാടുന്ന? ഓഡിയൻസ് പാടുവോ? നങ്ങ വന്നേ, നല്ലൊരു പ്രോത്സാഹനം കൊടുത്തു. ഒരു കൊച്ചു കുരുന്ന് വരെയാണ്. അടിപൊളിയാണല്ലോ. എന്താ പേര്? മീനാക്ഷി. വാവേ, 2 പേരും വിളിയാക്കരുത്, ഞാൻ ഈ വാവയോടാ ചോദിച്ചേക്കാം. ഓക്കെ, വീട് എവിടെയാ? തൃപ്പൂണിത്തുറ. അതിനെന്താ ഇത്ര ആലോചിച്ചത്? എത്ര വീടുണ്ട്? 2 വീടുണ്ട്. അതാണ്. അപ്പൊ ഏത് വീട് പറയണോന്നാ ഇത്രയും ഡിലേ വന്നത്? ഓക്കെ, ബാബ ഏത് പാട്ടാ പാടുന്നത്?
അമർ അക്ബർ അന്തോണിയില് എന്നോ ഞാൻ എൻ്റെ മുല്ല. മുറ്റത്തെ. ആഹാ, ഓക്കെ. നിനക്ക് പാടാൻ പറ്റിയ പാട്ട് തന്നെ. അതിന്റെ ശ്രേയ മോൾ ഇവിടെ വന്നിട്ട് തകർത്ത് പാടിയ പാട്ടാണ്. അപ്പോൾ ശ്രേയ മോളുടെ വലിയൊരു ആരാധികയാണ് അല്ലേ? ഓക്കെ, അപ്പൊ മീനാക്ഷി മോള് നമുക്കായിട്ട് ആ പാട്ടൊന്ന് പാടിക്കേ, നോക്കട്ടെ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ ദേവി നനച്ചു കിനാവിനെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്ന് തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവൻ എന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്ന് തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവൻ എന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഹാ, മീനാക്ഷി തകർത്ത് കേട്ടോ. മൈക്ക് പിടിക്കാനുള്ള ആംബിയർ പോലും ഇല്ല, പക്ഷെ എന്നാലും അതിലൊരു ഇതുണ്ട. എന്താ ഇത്, ഭയങ്കര ചമ്മലാണോ? ഈ നിൽക്കുന്ന വാവയെ അറിയോ? ഈ വാവയ്ക്ക് ഇതാരാ? മയിൽപ്പീലിക്കാവിൽ അഭിനയിച്ച ചേച്ചി. എന്റെ ദൈവമേ, ആരാ പറഞ്ഞു തന്നെ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് നിനക്ക് നീ എത്ര പഠിക്കണ മോള്? എന്റെ അമ്മ 3ാം ക്ലാസ്സിലാവാനുള്ള ഇത് കണ്ട തണ്ടും തടിയൊക്കെ 3ലാണ് ഈ നിൽക്കുന്നത്. മയിൽപ്പീലിക്കാവ് കണ്ട് ഇഷ്ടായോ? കണ്ടോ? ആ, അപ്പൊ ജോമോക്ക് ഇപ്പോഴെങ്കിലും പിടി കിട്ടിയല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജോമോളുടെ പടം. എനിക്ക് വയ്യ. ഇല്ല, സന്തോഷായില്ലേ? സന്തോഷം. പ്രതീക്ഷിച്ചോ ശരിക്കും മോള്? ഒരിക്കലും ഇല്ല. അതാ ജോമോൾ ചേച്ചി എന്ന് പറയുന്നല്ലാണ്ട് അല്ലെങ്കിൽ അല്ല, അറിയാം, പേര് സിനിമയില് കണ്ട- അല്ല, ഇവരൊക്കെ ഉണ്ടാവണം എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ സിനിമയിൽ പോകുന്നല്ലേ. ഇപ്പോഴും ലൈവാണ് ജോമോള്. Yes. കണ്ട, ചേച്ചിയുടെ മയിൽപ്പീലിക്കാവ് കണ്ടിട്ടുണ്ട്. ചേച്ചിയല്ല, ആന്റിയാ. ആന്റി എന്ന് വിളിച്ചു കേട്ടോ. മോള് മാത്രം, അമ്മയെ കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. വേറെ ഏത് പാട്ട് Thank you പാടും? so much, മോളെ. കവിത പാടുള്ളൂ. കവിതയും പാടുവോ? ശരി, മോള് പാടിയാ മതി, കവിത പാടണ്ട. മോള് പാടി. അയ്യോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, തണലു കിട്ടാൻ തപസ്സിലാണിവിടെ എല്ലാ പ്രകളും, ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ, ഇവിടെ ഇന്നെൻ പിറവി എന്നാൽ വിത്തുകൾ തൻ മന്ത്രണം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. ഉഗ്രം കവിതയായിരുന്നു. മോള് നന്നായിട്ട് പാടി കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെ അമ്മ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞ? ഡിസൈനർ. ഡിസൈനർ അമ്മയോട് പറയണം മോളെ പാട്ട് പഠിപ്പിക്കാൻ വിടണമെന്ന് കേട്ടോ. ഇഷ്ടല്ല. എന്നിട്ട് പിന്നെ നീ പാടുന്നുണ്ടല്ലോടി. സ്കൂളിൽ കോമ്പറ്റീഷന് കൊണ്ടുപോകണുണ്ട്. അതാണ്, പാട്ട് അറിയാതെ നിനക്ക് പാടാൻ പറ്റില്ല. ഒന്ന് പാട്ട് പഠിക്കുകയും കൂടെ വേണം കേട്ടോ. നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, വലിയൊരു ഗായികയായിട്ട് വരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you so much. 13 വർഷത്തെ ഇടവേളയാണ്. അതിൽ 6.5 വർഷത്തിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ പങ്കുവച്ചു. അപ്പൊ എന്തായാലും ഒരു ഗ്യാപ്പ് വേണം, കാരണം ഇവിടുത്തെ കലാപരിപാടിയും കൂടി കാണണം. എനിക്കത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓ ഗുഡ്. അപ്പൊ അതേ ആ ഗസ്റ്റ് സീറ്റിൽ ഇരിക്കാം. താങ്ക് യു.
ഹലോ ദേവിക, how are you? I'm good. How are you? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ട് പോകണ്ടല്ലോ. സുഖമായിട്ട് പോണു. ഓക്കെ ഓക്കെ. ആരാണ്? അല്ല, ആരാണ്? എന്നെ മനസ്സിലായല്ലേ? ഇല്ല. അതങ്ങനെ മനസ്സിലാവാനാ? പക്ഷെ ദേവിക നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവത്തല്ലേ? ഇത്രയും വലിയൊരു അവതാരിക വേറെ കിട്ടുമോ? ശരിക്കും? Thank പിന്നെ you. അശ്വതി എന്ന് പറഞ്ഞ ആരാ? നേരത്തെ ഇവിടെ അശ്വതി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നല്ലോ. ആ, അശ്വതി ചേച്ചി പക്ഷെ ഉണ്ട്. എന്റെ വീട്ടില് അശ്വതിയെ കാട്ടി ഭയങ്കര ഇഷ്ടം ദേവികയാ. അയ്യോ. എന്റെ മോനെന്ന് വെച്ചാലോ ദേവിയെ ചേച്ചി കാണുമോ, ദേവിയെ ചേച്ചിയുടെ ഫോട്ടോ വാങ്ങിച്ചു തരുമോ, ഇങ്ങനെയൊക്കെയാ മോൻ ചോദിക്കുന്നതേ. ഓ, മോന്റെ അടുത്ത് അന്വേഷണം പറയണം അന്വേഷണം. പക്ഷെ എനിക്ക് പറയാം, ഈ ദേവിക എന്ന് വെച്ചാൽ ഒരു ദേവിയെ പോലല്ലേ വന്ന് നിൽക്കുന്നത്. എന്ത് രസമാന്നറിയാവോ കാണാൻ. ചേട്ടാ, എല്ലാരും മുന്നിൽ ഇങ്ങനെ പറയുമ്പോ എനിക്കൊരു നാണം, ഒരു ചെമ്മലാണ്. അതൊന്നും അങ്ങനെ ഉറക്കെ പറയരുത് ചേട്ടാ. ചേട്ടാ, ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ ഇത് പറയാണ്ടേ, ഞാനൊരു നമ്പർ തരാം. ആ നമ്പറിൽ വിളിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഇതിനേക്കാൾ ഒന്ന് കേറ്റി പറയണം. നമ്മൾ അശ്വതി ചേച്ചിന്റെ നമ്പറാണേ. ഇവിടെ നിൽക്കുന്ന അശ്വതി. പിന്നെ ഞാനിത് പറഞ്ഞു ഞാനും ചേട്ടനല്ലാതെ മൂന്നാമതൊരാൾ അറിയാനും പാടില്ല. അയ്യോ, എനിക്ക് ആ സ്വഭാവമല്ല. നമ്മളിതാ ഇതിലേ കേൾക്കും ഇതിലേ കളയും. അല്ല അല്ല, ഇതിലല്ല. ഏർപ്പാടില്ല. ഇതിലെ കളഞ്ഞാ മതി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചേട്ടനൊന്നും കേട്ടിട്ടില്ല. ചേട്ടന്റെ ഇഷ്ടം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, ദേവിയെ വരുന്ന ഏതൊരു എപ്പിസോഡിലും ഒരു പ്രത്യേകത ഉണ്ടാകും. അത് എന്താണെന്നറിയാൻ വയ്യ ചേട്ടാ. അത് നമ്മൾ ഈ കോമഡിയിലെ എല്ലാ എപ്പിസോഡും പ്രത്യേകത. നമുക്ക് ചിരിച്ചിരിച്ചൊരു മതിയാവും. എല്ലാ എപ്പിസോഡ്സും നല്ല പ്രത്യേകത തന്നെയാണ്. ഇത് അങ്ങനല്ലെന്ന്. ഞാനും എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഒക്കെ ചിരിച്ച് തലേ കൈ വെച്ച അവസാനം ശ്വാസം മുട്ടിപ്പോയെന്ന്. ദേവിക വന്ന ആ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു മണിയൻ എന്ന് പറഞ്ഞൊരു കക്ഷി ഇവിടെ പരിപാടി കാണാമെന്ന് ഓർമ്മയുണ്ട്, ഷൂട്ടിംഗ് കാണാനായിട്ട്. മണിയൻ ഒരു മണിയനെ ഒരു ഇരട്ട പേരൊക്കെ വിളിച്ച് നിങ്ങൾ ഇരട്ട പേര് വിളിച്ചത് അയ്യോ അതല്ലേ. ഓ, ഓർമ്മയുണ്ട്. അന്ന് സുരാജേട്ടൻ ഈശാന്ന് വിളിച്ച് കളിയാക്കി. ഓർക്ക ചിരി വരിക. സുരാജ് എവിടെ നിന്നുണ്ട്? ഈച്ചമണിയാന്ന് വിളിക്കാൻ അതെ. വേണ്ടി ദേവി എവിടെ നിന്നുണ്ട്? ഈച്ചമണിയാന്ന് വിളിച്ചപ്പോഴത്തേനും ഈ മണിയന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ. അതെ, നല്ലൊരു എപ്പിസോഡ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഭയങ്കര ഇഷ്ടമായി. ഈ എല്ലാരും ഇങ്ങനെ ഇരട്ട പേര് വിളിക്കാറുണ്ടോ? അത് അങ്ങനെയല്ല, ഇതൊരു തമാശ പ്രോഗ്രാം ആയത് കാരണം അപ്പ സുരാജേട്ടൻ എന്തോ തോന്നിയത് അങ്ങനെ വിളിച്ചു. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. ഈച്ചമണി. അതെ, ഈച്ചമണി. അതും ഓർത്ത് ഇപ്പൊ വന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. പിന്നെ ഒരു ഒപ്പ് വേണം കേട്ടോ. അയ്യോ, ഓട്ടോഗ്രാഫ് ആണോ? ഓട്ടോഗ്രാഫ് എന്റെ ഈ ഭാര്യ മക്കളും വിശ്വസിക്കുന്നില്ല ഞാൻ ദേവിയെ കണ്ടെന്ന് പറഞ്ഞാലേ. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സെൽഫി എടുക്കാം. ഇന്നത്തെ കാലത്ത് സെൽഫിയാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്താൽ പോരെ? അതൊക്കെ പഴയ കാലം ഓർമ്മിക്കണം. സെൽഫിയൊക്കെ എത്ര നാൾ നീണ്ടിരിക്കാനാ? എന്റെ ദൈവമേ, ഞാനിപ്പോ കൊറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരാളെ കാണാം. കാരണം ഇപ്പൊ എല്ലാരും വന്ന് ചേച്ചി ഒരു സെൽഫി എന്നേ പറയാറുള്ളൂ. പക്ഷെ ഇതെപ്പോഴും ദേവി ഓർക്കത്തില്ലേ ഒരാൾക്ക് ഇത് കൊടുത്ത സംഭവം? തീർച്ചയായിട്ടും ഓർക്കും. ഒരുപാട് സന്തോഷം. അപ്പൊ എന്താ മോന്റെ പേരെന്താ? മോന്റെ പേര് വേണ്ട. ദേവിക ബുദ്ധിമുട്ടൊക്കെ ദേവിക എഴുതി ഒപ്പിട്ടോളൂ. സ്നേഹപൂർവ്വം ദേവികാന്ന് എഴുതാം. സ്നേഹം ഉണ്ടായിട്ടല്ലേ ഒപ്പിടുന്ന, പിന്നെ സ്നേഹപൂർവ്വം എഴുതേണ്ട കാര്യമുണ്ടോ? ദേവിക എഴുതി ഒപ്പിട്ടു മതിയോ? ശരി. ഉപ്പ് മനസ്സിലായില്ലെങ്കിലോ അല്ലേ? ചേച്ചിയുടെ അടുത്ത് മോന്റെ അടുത്തൊക്കെ പ്രത്യേക അന്വേഷണം പറയണം ഈ പ്രോഗ്രാം കാണുന്നതിനോടും എന്നെ സ്നേഹിക്കുന്നതിനോടും. അതെന്താ? ഒന്നാം സാക്ഷി. സാക്ഷിയോ? ഒന്നാം സാക്ഷി മനസ്സിലായോ? ഒന്നാം സാക്ഷിയോ? എന്താ പറയുന്നത്? ഇപ്പൊ ജനങ്ങളെ നേർക്ക് വിളിച്ചു കൂവിയല്ല ഈച്ചമണി എന്ന്. ആ ഈച്ചമണി ഒരു പരാതി എന്ന് എന്റെ വക്കീലാ കേസ് എടുത്തിട്ടേക്കുന്നത്. ഇത് സാക്ഷിപത്രമാ. ഈ സാക്ഷിപത്രത്തിനകത്താ ദേവിക ഒപ്പിട്ടേക്കുന്നത്. എന്റെ ചേട്ടാ, എന്നോട് ഓട്ടോഗ്രാഫ് ഒപ്പിടാൻ പറ്റില്ല, ഞാൻ ഒപ്പിട്ടത്. ഞങ്ങൾ പലതും പറയും, വക്കീലന്മാരും കുമ്പസാമാരും പലതും പറയും കേട്ടോ. അപ്പൊ ഒന്നാം സാക്ഷിയാണ്. മേലാൽ ഒരാളുടെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കരുത്. ആ മണിയെ കൊണ്ടുവന്ന് കേസ് തന്നിട്ടല്ലേ ഇത്രയൊക്കെ കേസ് കെട്ടായത്. ചേട്ടാ, അത് ഒരു പ്രശ്നം. നമ്മള് കോമഡി പ്രോഗ്രാം ആയതാണ് അങ്ങനെ കളിയാക്കി തന്നു. അത് നിങ്ങൾ കേസൊക്കെ പേര് വിളിച്ച് കളിയാക്കിയാണോ കോമഡി പരിപാടി ചെയ്യുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ വക്കീൽ വന്ന് സംസാരിക്കും. നിങ്ങൾ എന്നെ പറ്റിക്കാ ചെയ്തിരിക്കുന്നത്. എന്താ പറ്റിക്കുന്നത്? പിന്നെ ഒപ്പിടാൻ പറ്റും, ഒപ്പിട്ടിട്ട് ഒപ്പിട്ട് നമുക്ക് കാര്യമുണ്ട്. സാക്ഷിയായിട്ടോട് ബാധിച്ചല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ചില പ്രതിയായി പോകും. ഏതായാലും എന്റെ വക്കീൽ വരട്ടെ. വക്കീൽ വന്ന ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് പറയും. അപ്പൊ ചേട്ടനാരാ? ഞാനല്ല വക്കീലുണ്ട്, ഉടമസ്ഥൻ. അല്ല ഗുമസ്തൻ. അതായത് ഞാനാണല്ലോ ഈ വക്കീലിന് ജയിക്കാൻ വേണ്ടിയുള്ള പോയിന്റുകളും മറ്റു പോയിന്റുകളും ലോ പോയിന്റുകളും എല്ലാം പറഞ്ഞങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ ചേട്ടാ, ചേട്ടന് എന്നോട് നേരത്തെ പറഞ്ഞു തന്നൂടായിരുന്നോ? നന്നായി. ഞാൻ പറഞ്ഞാൽ ശരിയായി പോകും. വക്കീൽ വന്ന് ബാക്കി എല്ലാം പറഞ്ഞ് തെറ്റിച്ചോളും. പിന്നെ കേട്ടിട്ടില്ലേ അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ?
എന്റെ ദൈവമേ, വക്കീലും കേട്ട് ലാൽകൃഷ്ണ വന്ന് കോടതിയിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ജഡ്ജി പോലും എണീച്ച് കടകടകടകടാന്നാ വിളിക്കും, തകിലടിക്കും പോലെ വിളിക്കുന്നത്. അതാണ് അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ. ഞാൻ വിളിക്കാം. വക്കീലേ, കീലേ, കീലേ, കീലേ. ചേട്ടാ എന്ത് കീലേ 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 പേരാണോ? എക്കോ ഇട്ട് വിളിച്ചാലേ വരത്തുള്ളൂ. വക്കീലേ, കീലേ, കീലേ, കീലേ. What does he say? Can I hear it one more time? Get in the groove and sing it out loud. മാധവ, മഹാദേവ. അയ്യോ അയ്യോ, ഏ? അതെ ഏ? ഞാൻ കുരുങ്ങി പോന്നു അയച്ചെന്ന്. അതെ, വക്കീലിന്റെ കയ്യവടാ. അത് ഇരുട്ടത്ത് ഞാൻ അങ്ങനെ തപ്പാനാടൂ. ഒരു മെഴുകുതിരി എത്തിച്ചങ്ങ് അകത്തോട്ട് തരട്ടോ. ആ മഹാഭാവി എന്നെ ചുട്ടുകൊല്ലാനുള്ള പരിപാടിയാണോ? അതോ? എന്റെ അമ്മോ, കഴിയിട്ട് 10 വർഷമായി തോന്നുന്നു. അയ്യോ. ഇതാണ് ഞാൻ പറഞ്ഞ വക്കീല്. നമസ്കാരം വക്കീലെ. അയ്യോ, ഇതല്ലെന്ന്. നിങ്ങളല്ലേ വക്കീല്? ആ ആ, ഞാൻ തന്നെയാണ് വക്കീല്. ഐ ആം അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ MALA മലയാളമോ? നോ MALA എമ്മല്ലേ? ഏത് ജില്ലയിലെ? അതല്ലടോ, ഈ വക്കീലിന്റെ ഒക്കെ പുറകിലൊരു സാധനം ഉണ്ടല്ലോ. അതെ, വക്കീലിന്റെ കോട്ടിന്റെ എൻഡ്. അയ്യോ, അതല്ല. പിന്നെ വക്കീലിന്റെ ഒക്കെ പേരിന്റെ അവസാനം ഒരു സാധനം MALLB. ആ, അതാണ്. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ എന്തായാലും പറയാൻ വേണ്ടി അങ്ങോട്ട് ഉദ്ദേശിക്കും, പക്ഷെ പറഞ്ഞു വരുമ്പോ വേറെ എന്തെങ്കിലും ആയിപ്പോവും. അതാ ഒരു കുഴപ്പം. അത് മനസ്സിലായി എന്തായാലും. ആണോ? അതെന്റെ കുഴപ്പമല്ല. ഒരുപാട് കേസ് കെട്ടുകൾ ഇങ്ങനെ ഡെയിലി വിളിച്ചോണ്ടിരിക്കുമല്ലേ. ഇന്ന് വിളിച്ചോളുമാര് എവളുമാര് മറ്റേ കേസ് കെട്ട്. അതായത് കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഇത്രയും നാളത്തെ വക്കീൽ ജീവിതത്തിനിടയ്ക്ക് 2 കേസുകൾക്ക് മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. ഓ, അപ്പൊ ഒരുപാട് കേസുകളൊക്കെ വാദിക്കുന്ന ആളാണോ സാറ്? അത് ഞാൻ അറിഞ്ഞില്ല. എവിടെ? ആ കുടി 2 കേസേ വാച്ചുള്ള, അതിനാണ് തോറ്റ് തുന്നം പാടുകയും ചെയ്ത് അല്ലേ? അല്ല, അത് തോറ്റതിന് പ്രത്യേക കാരണമുണ്ട്. അതെന്താ? ഞാൻ വാദിക്കാൻ വേണ്ടി നേരെ കോടതിയിലേക്ക് കയറി ചെല്ലും. ഈ സമയത്ത് തന്നെ പിള്ളവാദം തുടങ്ങും. പിള്ളവാദോ? പിള്ളവാദമല്ല, പിന്നെ പിള്ള എതിർ കക്ഷിയുടെ വക്കീല്. ഓ ഓ, രമണം പിള്ള, രമണം പിള്ള. പിന്നെ ഞാൻ വിടുവോ? ഞാനും കയറി വാദിക്കും. പിള്ള വാദിക്കും, ഞാൻ വാദിക്കും. ഞാൻ വാദിക്കും, പിള്ള വാദിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് അവസാനം ഞാൻ സകലമാന ലൂ പോയിന്റുകളും അങ്ങോട്ട് വെച്ച് നിരത്തി കൊടുക്കും. ഇത്രയും ലോ പോയിന്റ്സ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും സാറല്ലേ ജയിക്കണ്ടേ? പിന്നെ എങ്ങനെ തോറ്റുപോയേ? അതെങ്ങനെയാ? സാറ് നേരത്തെ പോയിന്റുകളെല്ലാം വളരെ ലോ ആയി പോയെന്ന് ജഡ്ജല്ലേ പറഞ്ഞത്. ഈ നേരത്തെ പോയിന്റ് ലോ ആയതുകൊണ്ടാ തോറ്റു പോയെന്ന് അല്ലേ? ജഡ്ജ് അങ്ങനെ പറഞ്ഞു. ജഡ്ജ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുവോ? ഇല്ല. പിന്നെ ഞാനും ജഡ്ജ് കൂടായി വാദം. ജഡ്ജ് പറയും, ഞാൻ വാദിക്കും. ജഡ്ജ് പറയും, ഞാൻ വാദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് അവസാനം വന്നപ്പോ സംഭവം എന്താ? ജഡ്ജ് പ്രതി. ജഡ്ജ് പ്രതിയോ? ആ, വാദം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് കണ്ണു മുക്കൊന്നും കണ്ടുകൂടാ. ഞാൻ എന്തേലും ഒക്കെ അങ്ങ് വിളിച്ചു പറയും. ഈ ഒരു സംഭവത്തിന് ശേഷം ജഡ്ജി പ്രതിയായ ശേഷം പിന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കോടതിയിൽ. ജഡ്ജി പറയും ഈ ഒരു സംഭവത്തിന് ശേഷം നേരെ നമ്മളെ വക്കീലിനോട്ട് കോർട്ടിലോട്ട് നടന്നു വരും. ആ പൊക്കി കയറ്റി വെച്ചുകൂടെ? വെച്ചുകൊടുക്കല്ലേ, നടന്നിങ്ങോട്ട് കയറി വരുമ്പോ അവിടെ വരാതെ നിൽക്കുന്ന വക്കീല്, തൂപ്പുകാര്, ബാക്കി എന്തിനും അവിടെ നിൽക്കുന്ന കാണാൻ വരുന്ന ആൾക്കാർ പോലും ആ പഞ്ചായത്തിൽ പോലും കാണുകയല്ല. ഓ, അത്രയ്ക്ക് പേടിയായോ വക്കീലിനെ? പിന്നെ നമ്മുടെ ഈ വക്കീലല്ലേ വാദിക്കുന്നേ. ആ വക്കീല് വാദിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെ പേർക്കൊക്കെ കേസാക്കുമെന്നോ ആർക്കൊക്കെ തൂക്കുകയർ കൊടുക്കുമെന്നോ ആർക്കും പറയാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? പിന്നെ ജഡ്ജി, ഈ ജഡ്ജി എന്ന് പറയുന്ന കക്ഷിയിൽ ഇത്രയും പൊക്കത്തിൽ വലിയ കസേരക്കത്തിരിക്കില്ലയോ, ഇറങ്ങി ഓടാൻ പറ്റിയല്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് കൊടുക്കുന്നതാ. അതെ. കാരണം ഞാൻ വാദം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എവിടെ എങ്ങനെ നിർത്തുന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തേലും ഒക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങ് ഒപ്പിക്കും. അതുകൊണ്ട് കോടതിയിൽ ഭ്രാന്തം വക്കീലെന്നാ വിളിക്കുന്നത്. ഭ്രാന്തം വക്കീല്. അതെ, നിങ്ങൾ വക്കീലും ഗുമസ്തനാണെന്നൊക്കെ കാര്യം മനസ്സിലായി. ഈ കോമഡി സൂപ്പർ നൈറ്റ് വേദിയിൽ നിങ്ങൾ ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നത്? അതറിയത്തില്ല. ഇല്ല. ഈ ലൂണാർ നൈറ്റ് കോമഡി സൂപ്പറിനകത്ത് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്, അതാണ്. ഇങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ തന്നെയല്ല എഴുതി വെച്ചേക്കണേ. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ പ്രോഗ്രാം കാണാൻ വന്ന എന്റെ കക്ഷി ശ്രീ മണിയനെ സുരാജ് എന്ന വ്യക്തി ഈച്ചമണിയൻ എന്ന് വിളിച്ച് ഇരട്ട പേര് വിളിച്ച് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ? ആര്? ആത്മഹത്യല്ല, പിന്നെ വ്യക്തിഹത്യ. വെട്ടുകത്തിയോ? വ്യക്തിഹത്യയല്ല, കോടാലി. വ്യക്തിഹത്യ. ഇതാ കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി വരും, പക്ഷെ പറയേണ്ട സാധനം വിട്ടുപോകും. ഒരു വ്യക്തിയെ ഇവിടെ വിളിച്ച് ഇരട്ട പേര് വിളിച്ച് കളിയാക്കാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. കോമഡി പ്രോഗ്രാം അല്ലേ, അപ്പൊ ഞങ്ങൾ ആരെയും വിളിച്ച് കളിയാക്കിയതില്ല, ജസ്റ്റ് പറഞ്ഞു. പറയണ്ട. ഈച്ച എന്ന് വിളിച്ച് ഇരട്ട പേര് വിളിച്ച് അധിക്ഷേപിക്കുന്ന ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, അത് തെറ്റാണ്. കുട്ടി, അറിഞ്ഞോ അറിയാതെ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കല്ലെന്ന് എന്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്.
ഏതാ അധ്യാപകൻ? ഇരട്ടക്കണ്ണൻ തങ്കപ്പൻ. കേട്ട് പഠി. ഇതങ്ങോട്ട് കേട്ട് പഠിക്കണം, മനസ്സിലായോ? ഒരു കാര്യം മനസ്സിലായി. പറയൂ. ഒരു അച്ഛനും ഒരു അമ്മയും തന്റെ സ്വന്തം കുട്ടിക്ക് വാത്സല്യത്തോടെ വിളിക്കുവാൻ ഊമനത്വമുള്ള ഒരു പേരിടും. ഉദാഹരണത്തിന് തന്റെ പേരെന്തുപോടോ? ഗ്രഹണൻ. ഇരട്ട പേര് വേണ്ട, ഒറിജിനൽ പേര് പറയൂ. ഗ്രഹണൻ. ഓ, ഭാര്യയുടെ പേര് ഗ്രഹണി. ഓഹോ, അപ്പൊ തന്റെ പിള്ളേരാണോ ഈ ഗ്രഹിണി പിടിച്ച പിള്ളേര്? എന്നാ അവരെ ഒരിക്കലും ചക്കക്കൂട്ടം കാണിക്കരുത്. ഗ്രഹിണി പിടിച്ചിരിക്കുമല്ലേ, വാരി വലിച്ചു നിന്ന് വല്ല അസുഖം വന്ന് ആശുപത്രി കിടന്നാലോ? എന്റെ ദൈവമേ, നിങ്ങളുടെ ഈ ഒരുമാതിരി വർത്താനം കേട്ട് എനിക്ക് സമയം, എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. എന്നാലും പണിയുന്ന കൂട്ടത്തിൽ 2 ചായ കൂടെ എടുത്തോ, ഒന്ന് വിത്തോട്ടോ ഒന്നും മധുരമില്ല. എനിക്ക് മധുരമില്ലാത്തത് മതി. എവിടെ നിന്നോളാ പാടോ. ആരോടേലും എന്തേലും സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറി എന്തേലും വളവലാന്ന് പറഞ്ഞോണ്ടല്ലോ എന്റെ വായിരിക്കുന്ന പുളിച്ച ലോ പോയിന്റ് കേൾക്കേണ്ടി വരും കേട്ടോ. മനസ്സിലായി. പിന്നെ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. സാരി നിരത്തുന്ന ലോ പോയിന്റ് നിരത്തി 2 കേസ് നമുക്ക് ഇല്ലാതായി പോയത്. 1 രൂപ പോലും വാങ്ങിക്കാൻ കിട്ടിയോ? അതില്ല. പിന്നെ ഇപ്പൊ കിട്ടിയേക്ക് നീ കച്ചിത്തുരുമ്പ് വിട്ട് കളയരുത്. സിനിമാ നടനം കേസ് കിട്ടുകളൊക്കെയാ. പൈസ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ പറ്റിയ ഏർപ്പാടാ. കണ്ട് അറിഞ്ഞ് നിന്നോണം. അല്ല, കിട്ടാനുള്ള കാശ് ഞാൻ ചോദിച്ചാൽ മേടിക്കാത്ത എന്റെ ഒരു വാശിയാ. പിന്നെ പിച്ചക്കാശ് എണ്ണി വാങ്ങിയാലും പിച്ചക്കാശ് വാങ്ങിച്ചാ പോരാ. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഗഡുവായിട്ടൊരു 3/4 ഭാഗം ഇനി വാങ്ങിച്ചോണം. അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാശിന് അത്യാഗ്രഹമായിട്ട് നടക്കുന്നു തോന്നൂലേ? എന്നാ അത് മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നോ? സാറേ, ഈ കേസിന്റെ പോലീസ് കേസിൽ ഈ കേസ് വാദിക്കുന്ന എടുക്കുന്ന ആരാന്നറിയാവോ? സാറിന് ഈ കേസ് തന്നെ ആരാന്നറിയാവോ? ഓ, നമ്മളെ കൈയിട്ട് വാരി സുഗുണൻ സാർ SI. മനസ്സിലായെന്നേ. അങ്ങനെ പിച്ചച്ചട്ടി കണ്ടാലും കൈയിട്ട് വാരി കളയും. അത്രയ്ക്ക് ആക്രാന്തോ SI. ഒരു കാര്യം ചെയ്യാം, പുള്ളിയെ നമ്മുടെ കൂടെ അങ്ങ് ചേർത്താലോ? പറ്റത്തില്ല. അതിനാ? അങ്ങനെ അത്ര നിങ്ങളെ പോലുള്ള ബുദ്ധിയില്ലാത്തവനല്ല. നമുക്ക് അങ്ങാരെ കൂടെ ചേരാം. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഇച്ചിരി കാശ് കിട്ടുന്നത്. ദൈവമേ, ഇത്രയും കാശുകൂടെ ആക്രാന്തമുള്ള ഒരു SI എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഭഗവാനേ. காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி மணி காசு பணம் கொட்டு மணி மணி കാശ് പണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ഞാൻ വരാൻ കുറച്ച് വൈകി പോയി. ആയിക്കോട്ടെ. കുഴപ്പമില്ല. വാരിട്ടോളൂ. വാരി വാരി ഇടാനേ, ഇത് മീൻ മാർക്കറ്റല്ല. ഇത് തമാശക്കല്ലേ? ഈ കേസിൽ എന്റെ പങ്ക്, എന്റെ കാശ് ഇതിനകത്തോടാൻ. അയ്യോ, അതിന് ഞങ്ങൾ വീതം വെച്ചില്ല, കാശ് കിട്ടിയില്ല. ഇതുവരെ കിട്ടിയില്ലേ? ഇല്ലെന്ന്. നിങ്ങൾ ഇവിടെ എന്തോ എടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്താൽ മതിയോ? സാറും കൂടെ വരണ്ടേ? പിന്നെ ഇവിടെ എനിക്ക് കിട്ടിയ ഈ പരാതി അനുസരിച്ച് ഞാൻ തന്നെ ഈ കേസ് ഏൽപ്പിച്ച എന്തിനാണെന്നറിയാമോ? അതെനിക്കറിയാൻ മേല. താനാകുമ്പോ ഈ കേസ് ഒരു കാലത്ത് ഒത്തുതീർപ്പാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഈ കേസിന്റെ പേരിൽ കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. അതുകൊണ്ട് കിട്ടുന്ന കാശിൽ ആർക്കൊക്കെ എത്ര എനിക്ക് ഇപ്പൊ അറിയണം. അല്ല, അത് നമുക്ക് മേടിക്കാമല്ലോ. അത് നമുക്ക് കാശ് അങ്ങോട്ട് നമുക്ക് മേടിക്കാം. അല്ല, അത് പറയാം. എങ്ങനെയാ ഒരു പ്ലാൻ നോക്കട്ടെ. അല്ല, ഇപ്പൊ കാശിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ക് വേണോ? കാശിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ആണല്ലേ? ഞാൻ പറഞ്ഞില്ലയോ? ശരിയാ. അതാ ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 2 ഗഡുക്കളായിട്ട് അത് മേടിക്കാം. 2 ഗഡു മതി. അപ്പൊ ആദ്യത്തെ ഗഡുവായിട്ട് ഒരു 50 രൂപ മേടിക്കാം. 50 മതി. 50 മതിയാവൂലേ? 50 മതി. അപ്പൊ 50 നമുക്ക് വിധിക്കാം. ഞാൻ കാണിക്കാം സംഭവം. നമ്മളിവിടെ 50 മേടിച്ചു. 50 മേടിച്ചു. എത്ര? 50. അപ്പൊ ഈ 50 ഒരു 15 ഇയാൾക്ക് മാറ്റുന്നു. ഗുമസ്തനെ. ഓക്കെ. അപ്പൊ അവിടെ എത്രയായി? അവിടെ 35. 35. ഈ 35 ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 15 മാറ്റുന്നു. ആർക്ക്? ഇയാൾക്ക്. എനിക്ക്. അപ്പൊ 15. അവിടെ എത്ര? 15. 15 15 30. അപ്പൊ അവിടെ എത്ര ആയിരുന്നു? 35. അപ്പൊ 35 30 പോയാൽ എത്രയാണ്? 5. 5. അപ്പൊ എനിക്ക് 5 ഉള്ളൂ. അതെ, അതല്ല, എനിക്കൊരു 5 കടം തരുമോ? കിട്ടിയ കാശ് ഞാൻ കൊടുക്കൂലെന്ന് എല്ലാവർക്കും അറിയാം. വെറുതെ ചോദിക്കണ്ട. വലിയ കഷ്ടമാണ്. അതെ, എനിക്കൊരു 5 രൂപ കടം തരുമോ? അല്ലെ, കണക്കിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്ത് മിസ്റ്റേക്ക്? അല്ല, നമ്മള് മൊത്തം 50. അല്ല, എന്നാലും 15 രൂപയുടെ കുറവുണ്ടല്ലോ. ആ 15 ഇയാൾക്ക് അത് ആദ്യം തന്നത്. അല്ല, ഒരു 15ന്റെ കുറവ് കൂടി ഉണ്ട്. ആ 15 അങ്ങോട്ട് തന്നില്ലടോ. ഇപ്പൊ എനിക്കൊന്നും ഇല്ലാത്തത് ആ 15 രൂപയേ ഉള്ളൂ. അല്ല, നമ്മളെ 50 മേടിച്ചത്. അത് 15 എനിക്ക്, 15 അദ്ദേഹത്തിന്. അപ്പൊ 30. 5 രൂപ സാറിന്, 35. അതെ. എന്നാലും ഒരു 15 കുറവുണ്ടല്ലോ. അതെങ്ങനെ? 50 വാങ്ങിച്ചത്, എന്നാലും 15 രൂപ കുറവാണ്. 50 തികയാൻ വീണ്ടും ഒരു 15 വേണ്ടേ? ഇവിടെ ഇയാൾക്ക് കാര്യം മനസ്സിലായില്ലേ? ആ ഈച്ചകടയിൽ ഇരിക്കുകയല്ലേ ഈ 50 രൂപ. ആ 50 15 ഇയാൾക്ക് തന്നോ? 15 ഇയാൾക്ക് തന്നോ? ബാക്കി 15 ഇപ്പോഴും അയാളെ തന്നെ ഇരിക്കുവല്ലേ? അയാൾ തന്നിട്ടുണ്ടോ? അതാ പറഞ്ഞത്.
അത് മനസ്സിലായി. മനസ്സിലാക്കണം. അതെ പുള്ളി വന്നു കഴിഞ്ഞാൽ ബാക്കി കിട്ടാനുള്ള 15,000 രൂപ ആദ്യം തന്നെ മേടിക്കണം. ആദ്യം എന്നിട്ട് തന്നെ മതി, എന്നിട്ട് മതി കേസ്. മതി. ആ. പോടാ എല്ലാം പോടാടുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് കേറി വരാൻ നോക്കിയിരിക്കും ഡാൻസുമായിട്ട്. നിങ്ങളെ കണ്ടുപോലെ കേട്ടാ. അല്ല പിന്നെ ആ ചിരിച്ചോണ്ടിരുന്നോ? ചിരി 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 ഞാൻ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നോ? ഇങ്ങനെ വന്ന് ചിരിച്ചോണ്ടിരുന്നാലാണ് എന്നെ ഇരട്ടപ്പേര് വിളിച്ച് ഈ കോടതിയും വക്കീലും പോലീസും ഒക്കെ ആയിട്ട് കേസാക്കിയത്. അറിയാവോ? അവിടെ ഇരുന്നോണ്ട് എന്നാ പേരെന്നാ? ഷാരോൺ. അപ്പൊ മോക്ക് ഒരു പേരിടും, ചാരം ഷാരോൺ. ഉറപ്പാ. സുരാജേ ഒരു നാളല്ലാണ്ട് എന്തായാലും പേര് എല്ലാവരും വിളിക്കും ഇരട്ട പേര്. കണ്ടോ സുരാജ് അവിടെ? സുരാജിനെ കിട്ടിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് പുള്ളി ഈ വിവരം പറഞ്ഞ് മുങ്ങിക്കാണും. മുങ്ങിയാളെ പൊക്കണം, അതിനെ ഞാൻ കേസ് തന്നെ. കുഴപ്പമില്ല, കേരളം മൊത്തം ഞങ്ങളുടെ പോലീസുകാർ വളഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ വളർന്നോ നിവർന്നോ എങ്ങനെ ഇരിക്കും? നിങ്ങൾ നിവർന്ന് കേസ് അന്വേഷിക്കാൻ. അതങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി പിടിക്കാനൊന്നും പറ്റില്ല. പുള്ളി ഒരു സിനിമ. അതെ, അതിന് വ്യക്തമായ കാരണം വേണം കേസ് നിലനിൽക്കണമെങ്കിൽ. അങ്ങനെ കാരണം ഉണ്ടല്ലോ, എന്നെ എത്ര പേര് വിളിച്ചില്ലേ? അത് വക്കീല് പറയും, വക്കീല് ചോദിക്കും. അപ്പൊ മണി പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് കോടതി മുമ്പാവേ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, അതിന് കോടതിയല്ലേ, കോമഡിയല്ലേ? എന്നാ കോമഡി മുന്നാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമൊന്നും ഞാൻ പറയില്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പറയണം. കേസ് മൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ ഞാൻ പരിപാടി കാണാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ, അതായത് ആ ഷാരോണില്ലേ, ചാരൻ ഷാരോൺ, അവിടെയാണ് ഞാൻ ഇരുന്നത്. അവിടെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ കസറിലായിരുന്നു. നോട്ട് ദി പോയിന്റ്. ഇന്ന ഞാൻ കാണിക്കോളൂ. എടുക്കട്ടെ. നോട്ട് ദി പോയിന്റ്. ഇന്ന പഞ്ചായത്തിലെ ഇന്ന വ്യക്തി നോക്കട്ടെ. ഇന്ന സ്ഥലത്ത് വന്ന് ഇന്ന പ്രോഗ്രാമില് ഇന്ന കസേരയിലിരുന്ന് ഇന്ന കണ്ടു. ഓക്കെ, പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ആ കസേരയിൽ ഇരുന്ന് പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുവാൻ വേണ്ടി ഈ സുരാജ് എന്ന വ്യക്തി ആ ഇരട്ടപ്പേര് വിളിക്കുകയായിരുന്നു. ഇന്ന കണ്ടുകൊണ്ടിരുന്ന ആളെ ഇന്ന ആള് ഇന്ന വിളിച്ചു. അതെ, വിളിച്ചു. ജോലി എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. കോടതിയിൽ അറിയപ്പെടുന്ന ഒരു ഗുമസ്തന എഴുതി വെച്ചേക്കുന്നു ഇന്നിന്ന ഇന്നിന്ന ഇന്നിന്ന. എടോ, തന്റെ തോന്നിയ ദിവസം കാണിക്കാനാണോ ഇത് എഴുതാൻ പറഞ്ഞത്? ഇന്നിന്ന തന്നിഷ്ടം കാണിക്കരുത് കേട്ടോ. എന്താ ഇന്നിന്ന? ഞാൻ ഇന്നിന്നാന്ന് പറയും, താൻ അത് കാര്യമായിട്ട് എഴുതിയെടുക്കണം. ചുമ്മാ എഴുതാനും വായിക്കാനോ. അയ്യോ, സ്ലൈറ്റ് നോക്കുന്നു. എത്ര ക്ലാസ്സിലാണ് മോൻ പഠിക്കണേ? 2ാം ക്ലാസ്സിൽ. മോന്റെ കൂടെ പോയിരുന്ന് സ്ലൈറ്റ് തൂക്കാൻ പഠിച്ചോ? അതായിരിക്കും നല്ലത്. അക്ഷരാഭ്യാസം. എടോ, പേന എടുത്ത് എഴുതണോ? ഞാൻ പറഞ്ഞു തരും, അത് അങ്ങനെ ശരിയായിട്ട് എഴുതിക്കോണം. ഞാൻ ഇന്നെ പറയത്തുള്ളൂ. പറഞ്ഞോളൂ, പറയട്ടെ. അങ്ങനെ കസേരയിരുന്ന പരിപാടി കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ഗൾഫുകാരനാണല്ലോ, തിരക്കുള്ള ബിസിനസ്സുകാരൻ. ഗൾഫുകാരൻ കളം കൂട്ടേണ്ടി വരും, വരെ ഒന്നുകൂടെ നീട്ടേണ്ടി വരും. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഗൾഫിൽ നിന്ന് ധാരാളം കോളുകൾ വന്നു. ഈ കോളുകൾ വന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയൊക്കെ ഈ ഫോൺ ചെയ്ത് സംസാരിച്ച് നടന്നു എന്ന് ഉറപ്പാണ്. അന്നേരമാണ് നിഷ്ക്രൂരമായിട്ട് ഈ നാമധേയത്തിൽ എന്നാ പേര് വിളിച്ചത്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വിളിച്ചത്. ആ പേരെന്താണെന്നാണ് ചോദിച്ചത്. അതായത് ഞാനിവിടെ ഈ ഫസ്റ്റ് കസേരയിൽ ഇരിക്കുകയാണല്ലോ, ഇവിടെ ഇരിക്കുവാണല്ലോ ഞാൻ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഗൾഫിൽ നിന്ന് കോള് വന്നത്. അങ്ങനെ കോള് വന്നപ്പോഴാണല്ലോ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞാൻ സംസാരിച്ചത്. അപ്പോഴാ പേര് വിളിച്ചത്. ആ പേര് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഇങ്ങനെ നടക്കുമ്പോ പ്രാണീനെ പോലെ ഒരു പേര്. അതിന്റെ പേര് നിങ്ങൾക്കറിയാലോ. അത് ഈ പുതിയ സിനിമയിലൊക്കെ ഉള്ള പേര് അറിയാലോ. സിനിമയൊക്കെ ഞങ്ങൾ പോയി കണ്ടോളാം. ഈച്ചാന്ന്. അയ്യോ, Ah!
സുരാജ് വിളിച്ചപ്പോ ആൾക്കാരിന്ന് ചിരിച്ചാലാണ് ഞാനിപ്പോ ഈ കേസ് കൂട്ടാൻ നടക്കുന്നത്. ഇനി നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കണോ? അത് വേണ്ട, താനൊന്നും കൊണ്ടും പേടിക്കണ്ട. തന്നെ ഇനി മുതൽ ആരും ഈ ചാന്ന് വിളിക്കില്ല. ഈ ചാനൽ വിളിക്കേണ്ടത് മാത്രമല്ല, നിങ്ങളുടെ കാര്യം കേൾക്കണം, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം, ഇതിന്റെ വിഷമം മനസ്സിലാക്കണം. പറയൂ. ഇവിടെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ഈ സുരാജ് ഈ പേര് വിളിച്ചല്ലോ, ഈ പേര് വിളിച്ചത് ഇവിടെ മാത്രമല്ല അറിഞ്ഞത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോ എപ്പിസോഡ് കണ്ട് വീട്ടുകാർ മുഴുവൻ എന്നെ പുച്ഛത്തോടെ നോട്ടം. ഇത് മാത്രമല്ല, ഇവിടെ എഡിറ്റ് ചെയ്യുന്ന പയ്യൻ അവൻ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് എന്റെ പോഷൻ മാത്രം അങ്ങ് തള്ളി വിട്ടു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് 2 മണിക്കും 12 മണിക്കും റീറ്റെയിൽ കാസിങ് അറിയാവുന്ന ആൾക്കാർ മുഴുവൻ അറിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ ഞാൻ ഗൾഫിന് കയറി പോയി തിരിച്ച്. ഗൾഫിന് കയറി തിരിച്ചങ്ങ് ചെല്ലുമ്പോ തന്നെ ഞാൻ അറബിയുടെ വാതിൽ മുട്ടി. അറബി വാതിൽ തുറന്നിട്ട് ചോദിക്കുക, ഈ ചേപ്പഴ വന്നേന്ന്. അറബി വരെ വിളിച്ചു. അറബിക്ക് മലയാളം അറിയാൻ പാടാത്ത അറബി വരെ എന്നെ ഈച്ചാന്ന് വിളിച്ചു. അങ്ങനെ സങ്കടമുള്ളവനെ ഞാൻ. ഇത് തന്നെ ആരും ഈ ചാന്ന് വിളിക്കൂല. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. 4 പേര് ഇങ്ങ് വന്നേ. പിന്നെ നമ്മൾ വെൽ പ്ലാൻ ആകാൻ പോവാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ 4 പേരല്ലാതെ വേറൊരു ഈച്ച അറിയരുത്. അയ്യോ, നിങ്ങളല്ല, മണിയൻ ഈച്ച അല്ല, പിന്നെ സാധാരണപ്പെട്ട ഒരു ലോക്കൽ ഈച്ച. ഒന്നും അറിയാൻ മേലാത്ത ഒരു ഈച്ച കയറി വന്നു. അതറിയല്ലെന്നായി പറഞ്ഞത്. എന്താണെങ്കിലും പിടിച്ചാ പറ്റുള്ള ആളെ. വക്കീലേ വന്നേ, ഇവിടെ വന്നേ. എന്തായാലും ഈ കേസ് ഇവിടെ കൊണ്ടൊന്നും തീരൂല. ഇല്ല, അറബി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഗൾഫിൽ പോയി അന്വേഷിക്കണം. ഗൾഫ് വരെ പോണോ? പോവാം. ഓസിയിൽ ഗൾഫും കാണാം, ഇത്തിരി കാശും കിട്ടും. എങ്ങനെയുണ്ട്? അല്ലേ വിസ വേണ്ടായോ? അതല്ല ചോദിക്കാൻ പോണത്. ഹലോ മിസ്റ്റർ മണിയൻ. ഹലോ. നമ്മുടെ കേസിന്റെ ആവശ്യത്തിനായിട്ട് നമുക്കൊന്ന് ദുബായ് വരെ പോകേണ്ടി വരും. അപ്പൊ 3 വിസ ഒന്ന് റെഡിയാക്കാം. അതെന്തിനാ അങ്ങോട്ട് പോകണമെന്ന്? ഇവിടെ നമ്മുടെ സുരാജിനോട് ചമ്മ പറയിപ്പിച്ചാൽ മതിയല്ലോ. ഈ കേസിൽ അറബി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സുരാജും അറബിയും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട്. എന്തോ പരിപാടി ഉണ്ട്. എന്തോ ലിങ്ക് ഉണ്ട്. പിന്നെ ഒന്നും അറിയാൻ മേലാത്ത അറബി കയറി വിളിക്കുവോ? ശരി, എനിക്ക് അന്നേരം തോന്നി. ഗൾഫിലെന്നല്ല, ഈ കേസ് എന്റെ കയ്യിൽ നിന്ന് ഊരി പോകാനാണെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ. സുരാജ് അറസ്റ്റ്. സുരാജ് അപ്പൊ കീഴടക്കാൻ തീരുമാനിച്ചല്ലേ? മിസ്റ്റർ സുരാജ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഇന്ന് മുതൽ താങ്കൾ എന്റെ കസ്റ്റഡിയിലാണ്. മിസ്റ്റർ സുരാജ്, നിങ്ങളെ ഞങ്ങൾ കോടതി കയറ്റി ലോ പോയിന്റുകൾ പറഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കും. സെക്ഷൻ 322 പ്രകാരം നിങ്ങളെ 5 വർഷം കഠിന തടവിന് ഞങ്ങൾ ശിക്ഷിക്കും. അതെ, നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങ് കറങ്ങാതെ നിന്ന് പറയും. എന്റെ കഴുത്ത് കറങ്ങണത് എവിടെയെങ്കിലും നിന്ന് പറയും. ഈ നിൽക്കുന്ന എന്റെ കക്ഷി മണിയനെ നിങ്ങൾ ഈച്ച മണിയനെ നിരട്ട പേര് വിളിച്ച് മാനഭംഗപ്പെടുത്തിയില്ലേ? മാനഭംഗപ്പെടുത്തിയത് അല്ല, എന്റെ വക്കീൽ ഉദ്ദേശം മാനഹാനി എന്നാണ്. വെറുതെ വാർത്തം മാറിപ്പോവും. അങ്ങനെയൊന്നും പറയരുത്. ഇതാരും മണിയനോ? നമസ്തേ മണിയാ. നമസ്തേ ഒന്നും വേണ്ട. വാ മണിയാ ഇങ്ങോട്ട്. പിന്നെ ഈ വകം ആ പേര് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മോശപ്പേരായി ഇപ്പൊ. ഏത് പേര് വിളിച്ചത്? എന്നെ അന്ന് വിളിച്ചില്ലേ? എന്താന്ന്? മറ്റേ പ്രാണിയുടെ പേര് വിളിച്ചില്ലേ? മറ്റേ ഈച്ചയെന്ന്. അത് വിളിച്ചില്ലേ? അത് വിളിച്ചിട്ട് ആകെ പ്രശ്നമായി. അറബി വരെ എന്നെ വിളിച്ചെന്നേ. എന്റെ ദൈവം, അത് പ്രിയ സുഹൃത്തെ, ഞാൻ അറിയാതെ തന്നെ കണ്ടപ്പോ ഒരു ഈച്ചര രൂപ. ഈച്ച എന്ന് പറഞ്ഞാൽ തെലുങ്കിലെ ഉഗ്രം പടമല്ലേ? അങ്ങനെ അത് വെച്ചിട്ട് ഈച്ച മണിയാന്ന് വെറുതെ വിളിച്ചതാണ്. അപ്പൊ ഇതിപ്പോ ഭയങ്കരമായിട്ട് ഫേമസ് ആയോ? ഫേമസ് ആയോന്ന് ഇവിടെ ആകെ നാണക്കേട എപ്പിസോഡൊക്കെ മാറി ഇട്ട് എന്നെ ആകെ നാട്ടിച്ചു. ക്ഷമിക്കണം, അത് ഞാൻ എന്റെ എഡിറ്ററോട് പറഞ്ഞതാണ്. ആ ഈച്ച മണിയാൻ എന്ന് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ എങ്ങനെയോ വിപ്രാഹത്തിൽ ആളങ്ങ് ഇട്ടുപോയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു സുരാജ് മനഃപൂർവ്വം ചെയ്താന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയൊക്കെ മനഃപൂർവ്വം ആരെങ്കിലും ദ്രോഹിക്കോ? അതുകൊണ്ടാണ് ഞാൻ കേസൊക്കെ കൊടുത്തത്. അത് ഒരു കേസൊക്കെ കൊടുത്തോ? ചെറുതായിട്ട് കൊടുത്ത്. അതിനൊന്നും ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഈ ചാനലിലൂടെ തന്നെ എന്നെ മറ്റേ പേര് വിളിക്കരുതെന്നൊന്ന് പറഞ്ഞേക്കണം. മറ്റേ പേരെന്ന് പറയുമ്പോ ഈച്ച മണിയാന്ന്. അത് വേണ്ട, മണിയൻ അങ്ങ് വിളിച്ചാ മതി, മറ്റത് വിളിക്കണ്ട. ഈച്ച മണിയാന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഈ കേസ് പറ്റില്ല. കാരണം ഞങ്ങൾക്ക് പല പദ്ധതികളുണ്ട്. ദുബായിൽ വരെ ചെന്ന് അന്വേഷിക്കാനുള്ള കേസാണ്. ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അയാൾക്ക് കുഴപ്പമില്ല, നിങ്ങളങ്ങോട്ട് മാറിയിരുന്നത്. മാറിയിക്കോ, അവർക്ക് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? പിന്നെ ആള് കോംപ്രമൈസ് ആയി. ഞാൻ പറഞ്ഞേക്കാം.
അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇയാളെ ഞാൻ ഈച്ചമണിയൻ ക്ലിയർ ആക്കി കൊടുക്കട്ടെ. ഈച്ചമണിയൻ എന്ന് വിളിച്ചു. അത് അയാളുടെ വട്ടപ്പേരായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആള് ദുബായി പോയി, അറബി പോലും, മലയാളം അറിഞ്ഞുകൂടാത്ത അറബി പോലും ഈച്ചമണിയാന്ന് വിളിച്ചു. അപ്പൊ അതിൽ പുള്ളിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇനി ആരും ദേവി ഇത് ഈച്ചമണിയാന്ന് വിളിക്കരുത്. ഇദ്ദേഹം ഈച്ചമണിയനല്ല, വെറും മണിയനാണ്. ഇനി നാളെ തൊട്ട് മണിയൻ എന്ന് മാത്രമേ വിളിക്കാവൂ, ഈച്ചമണിയൻ എന്ന് വിളിക്കരുത്. ഓക്കെ? അല്ല, ഇതിനും ഭേദം വിളിക്കുമായിരുന്നു നല്ലത്. അല്ല, ഈച്ച 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 എന്നും പറഞ്ഞ അതിന് ദേശീയ അവാർഡ് വരെ മേടിച്ചു തന്നല്ലോ ഇപ്പൊ. സത്യത്തില് ഈ പുള്ളി നിങ്ങളെ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കെടുത്തല്ലായിരുന്നോ? ഒരു കാര്യം ചെയ്യ്, ഒരു കേസ് ഇങ്ങോട്ട് താ, ഞാൻ വാദിച്ചോളാം. ഞാൻ അന്വേഷിക്കാം. ഞാൻ അതങ്ങ് സഹിച്ചു, നിങ്ങൾ അങ്ങോട്ട് മാറിക്കോ, എനിക്കൊരു കുഴപ്പമില്ലാന്ന്. അതെ അതെ അതെ, ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് വിളിച്ച് പറഞ്ഞ് കറക്റ്റ് ചെയ്തു ഇപ്പൊ. അതെ, മനസ്സിലായില്ലേ? അതെ, ഇനി ഞാൻ കേസ് പിൻവലിച്ചു. ചുമ്മാതല്ലടോ തന്നെ ഈച്ച മണിയാന്നും ഇയാളെ സുരാജാന്നും വിളിക്കുന്നത്. അതെ, സുരാജന്റെ വട്ടപ്പേരല്ല, ഒറിജിനൽ പേരാ. ഇനിയിപ്പോ എന്തിനാ ഈ പേരിന്റെ പുറത്ത് വേറൊരു ഒറ്റപ്പേര്? ഈ പേര് തന്നെ കേൾക്കുമ്പോ ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞ് ചിരിക്കുമല്ലോ. എനിക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വരണം. എന്നാ നോക്കി നിൽക്കും, വാട്ടോ ഒന്ന് പോരാ, ചുമ്മാ ആവശ്യമില്ലാതെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തപ്പോ വെറുതെ ഒരു കാര്യമില്ലെന്നേ. ആണ്. അപ്പൊ കാണാം. ഓക്കെ, ഈച്ചമണിയാ അല്ല വെറുമണിയാ? വെറുമണിയാന്നോ പുതിയ പേര് കിട്ടാ? വക്കീലേ, വക്കീലേ പോവല്ലേ? അതെ, ഞാൻ വെറുമണിയാന്ന് വെറുതെ പറഞ്ഞു. നിങ്ങൾ എന്ത് വേണോ വിളിച്ചു. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിൽ. ഇനി ഒരു ചെറിയ ബ്രേക്ക് ആണ്. ചിരിയരങ്ങിലേക്ക് വീണ്ടും തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ബാലൻസ് 6.5 വർഷത്തെ വിശേഷങ്ങളുമായി ഇതാ ജോമോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ആദ്യം ജോമോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാനൊക്കെ ഭയങ്കര ഷൈ ആണ്, ഞാൻ ഭയങ്കര ബാക്ക്വേർഡാണ്, ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരുന്നു. ഇപ്പൊ നല്ല മറ്റേ കടുകുമണി വറുത്തിട്ട പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഫുൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ നടന്നു, ഇങ്ങനെ ചെയ്തു. എനിക്കൊരു ഗ്യാപ്പ്, ഞാൻ ഫുൾ ഇത്രയും ഒരു ഇന്റർവ്യൂവിന് കൂടെ വന്ന് നിന്നിട്ട് ചാറ്റിൽ ഞാൻ വെറുതെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഫുള്ള് ഇവിടെ നിന്ന് ഞങ്ങൾ സംസാരിക്കുക. ചാറ്റിൽ വന്നിട്ട് ഞാൻ അതല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാം. കാരണം സുരാജേട്ടനോട് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ സുരാജേട്ടനെ കണ്ടിട്ടുള്ളത് എപ്പോഴും സ്ക്രീനിലാണ്. ഒന്നെങ്കിൽ പറയുന്നതിന് കറക്റ്റ് കൗണ്ടർ പറയുന്ന വേണ്ട, ചാൻസ് എടുക്കണ്ട, മിണ്ടാതിരിക്കാൻ. കാരണം എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് കൗണ്ടർ പറഞ്ഞ ഒന്നും എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ പൊതുവേ എനിക്കൊരു എന്താ പറയാ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ സംസാരിക്കും. അത് പറഞ്ഞപ്പോഴും ഓർത്തത് ഇപ്പൊ കംഫർട്ട് ആണല്ലോ. ഇപ്പൊ നല്ല കംഫർട്ടബിൾ. താങ്ക് യു. അപ്പൊ ഇനി സംസാരിച്ചോ. അത് എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറയും. ഇപ്പം ദീപിക പറഞ്ഞല്ലോ, എന്ത് കാര്യം പറഞ്ഞാലും അത് ഈ സമയത്ത് അങ്ങനെ, ആ സമയത്ത് ഇങ്ങനെ, നിനക്കൊരു ത്രെഡ് തന്ന നീ അത് റോപ്പാക്കി തരും. അതങ്ങ് പറഞ്ഞു 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 പറഞ്ഞ് നീളത്തിലാക്കി തരും, പരത്തും പറയും. അത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇത്രയൊന്നും സംസാരിക്കില്ല. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾ ഈ വെളിയിൽ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഈ ഞാനിങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരിക്കും. ഈ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ വണ്ടിക്കകത്ത് കയറുമ്പോഴൊക്കെ നല്ല ഒരുങ്ങി അങ്ങനെയായിരുന്നു. എപ്പോഴും ആ ഒരു സൈഡ് സീറ്റിൽ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കി ഇരിക്കും. എന്നിട്ട് ഒന്ന് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് പോകും. എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നിർത്താതെ വർത്താനം പറയും. ഹസ്ബൻഡും അമ്മയൊക്കെ നന്നായിട്ട് വർത്താനം പറയും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചതുപോലെ കൗണ്ടർ പറയും. അപ്പം നമ്മ കളിയാക്കും, അങ്ങനെയൊക്കെ ബഹളവും മൊത്തം. അപ്പൊ ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും പറയാൻ അറിയില്ല. ഞാനിങ്ങനെ വെളിയിലോട്ട് പോകും, അങ്ങോട്ട് പോകും. ചിരിക്കുന്നത് പോലും ഭയങ്കര അത്രേ ചിരിയുള്ളൂ. അപ്പൊ എന്നെ വിളിക്കുന്ന പേര് പോമറേനിയൻ. പോമറേനിയൻ പട്ടിയെ കൊണ്ടുവന്നല്ലേ ഇവളെ കൊണ്ടുവന്ന. കാരണം വണ്ടിക്കകത്ത് ഇങ്ങനെ ഒരുക്കി ചില പട്ടികളെ കണ്ടില്ലേ വണ്ടിയിൽ എപ്പോഴും കൊണ്ടു നടക്കും. പക്ഷെ ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ടായപ്പോ ഒരു 5 മിനിറ്റ് നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കും പ്ലീസ്. ഭർത്താവിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ ഒരു കൗതുകമുണ്ട് അല്ലേ? ഒന്ന് കാണണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒരു സർപ്രൈസ് തരാൻ പോവാണ്. തരട്ടെ? റെഡി? റെഡി? ഞെട്ടിയോ? ഇതാ കണ്ടോളൂ. ദൈവമേ, ഇദ്ദേഹത്തിനൊക്കെ ചുമ്മാതല്ല നിങ്ങള് ഒളിച്ചോടിയത്. ഫിലിം സ്റ്റാറിനെ പോലെ ഇങ്ങനെയൊക്കെ ഒരാളെ കിട്ടി കഴിഞ്ഞോ ധൈര്യമായിട്ട് ഒളിച്ചോടാ അല്ലേ? തീർച്ചയായിട്ടും. ഇനിയുണ്ടോ ഫോട്ടോ?
ഇതൊക്കെ ആര് രണ്ട് ചക്കര വാവച്ചു അങ്ങനെ രണ്ട് കുടുംബത്തികളെയും കണ്ടു. ഒരുപാട് സന്തോഷം. എന്തായാലും ഞെട്ടിയില്ലേ? ഞെട്ടി. എനിക്ക് അതുപോലത്തെ ഒരു ഫീലാ തന്നത്. ആണല്ലേ? സർപ്രൈസ് വേണ്ടി. സർപ്രൈസ്. ഇനി വളരെ കുസൃതി നിറഞ്ഞ ഒരു റൗണ്ടാണ്. അശ്വതി റൗണ്ട് എന്നാണ് ഇതിന്റെ പേര്. അതെ, നമുക്കത് പേര് മാറ്റണ്ട. അശ്വതി റൗണ്ട് ഞാൻ തൽക്കാലം ഞാനത് ഇത് ദേവിക റൗണ്ടാക്കി അപ്പൊ എനിക്ക് ചോദ്യങ്ങൾ കിട്ടിയിരിക്കാൻ എന്റെ കയ്യിൽ. എല്ലാരും ഹെൽപ്പ് ചെയ്യാം. ഉത്തരം തീരെ കിട്ടില്ല എന്നാവുമ്പോ മാത്രമേ ഉള്ളൂ ഹെൽപ്പിംഗ് നമ്മൾ ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം, 4ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 10 കിട്ടുന്നത് എങ്ങനെ? കുസൃതി ചോദ്യമാണ്. അതെ, 4ഉം കൂട്ടുമ്പോൾ 10 കിട്ടുന്നത് എങ്ങനെയാ? ആ മോക്കറിയായിരിക്കും. അറിയോ? മോക്കറിയോ? പറഞ്ഞോ. പിന്നെ രണ്ടും കൂടെ കൂട്ടിയാ മതി. അല്ല, തെറ്റിപ്പോയിരിക്കുന്ന ഉത്തരം. ഓഡിയൻസ് 4 4 കൂടെ കിട്ടുമ്പോ 8. മോള് പറഞ്ഞു 4 4 കൂടെ കൂട്ടുമ്പോ 8 കിട്ടും. പിന്നെ 2 കൂടെ ചേർത്താ മതി. 10 അറിയോ? 4 4 കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടുന്നത് എങ്ങനെ? എങ്ങനെ കിട്ടും? കൂട്ടിയാ കിട്ടും. എന്ത് കൂട്ടിയാ? ഈ മോള് പറഞ്ഞ പോലെ. നോ. എന്നാ പറയ്. തെറ്റുമ്പോ? ഉത്തരം തെറ്റുമ്പോ? ഇതിന് കുസൃതി ചോദ്യം എന്നല്ല പറയുന്നത്. എന്റെ ദൈവമേ, ഉത്തരം തെറ്റുമ്പോ നല്ല അല്ലേ? കറക്റ്റ് ആണ്. ഉത്തരം തെറ്റുമ്പോ അതാണ് ബുദ്ധിയുള്ള നിയമം. എങ്ങനെ 10 കിട്ടും? ഉത്തരം തെറ്റുമ്പോൾ 10 കിട്ടും. അതെ അതെ. ഇനി അടുത്ത ചോദ്യം. ഞാൻ ജനിക്കുമ്പോ വെളുത്തിരിക്കും, മരിക്കുമ്പോ കറുത്തിരിക്കും. അതെന്താ? ജനിച്ചപ്പോഴേ കറുത്താണല്ലോ ഇരിക്കുന്നത്. ഇല്ല, കറുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കുഴപ്പമില്ല. ജനിക്കുമ്പോ വെളുത്തിരിക്കും, മരിക്കുമ്പോ കറുത്തിരിക്കും. അതെന്താണ്? ജനിക്കുമ്പോ വെളുത്തിരിക്കും. ഞാൻ ജനിക്കുമ്പോൾ വെളുത്തിരിക്കും, മരിക്കുമ്പോൾ കറുത്തിരിക്കും. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഹിന്ദുക്കളാണെങ്കിലും കൂടുതൽ ഉപയോഗിക്കും, എല്ലാവരും യൂസ് ചെയ്യും. അങ്ങനെ ഇതൊന്നുമില്ല. ജനിക്കുമ്പോൾ കറുത്തിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് ഏറ്റവും ഇതൊരു ഭസ്മല്ല, കർപ്പൂരം. അതിനെ കൊണ്ട് ഏകദേശം റിലേറ്റഡ് ആണ്. Yes. ഞാൻ വേഗം സമ്മതിച്ചു കൊടുത്ത ഉത്തരം. അത് തിരി വെളുത്തിട്ടല്ലേ ഉള്ളത്. അത് കത്തിച്ച് ചാമ്പലാകുമ്പോഴത്തേക്കും കറുപ്പാവില്ലേ? ബുദ്ധിയുണ്ട് കേട്ടോ, ശരിക്കും ബുദ്ധിയുണ്ട്. ഇപ്പൊ വിളക്ക് വയ്ക്കുന്ന ആളാണെന്ന് മനസ്സിലായല്ലോ. അതെ. അപ്പൊ എന്തായാലും രണ്ടാമത്തെ ഉത്തരം വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഒരു മൃഗത്തിന്റെ പേരിൽ 2 മൃഗങ്ങളുണ്ട്. അതേതാണ്? ഒരു മൃഗമുണ്ട്, അതിന്റെ പേരിൽ 2 മൃഗമുണ്ട്. കഴുത. കോവർ കഴുതാന്ന് പറഞ്ഞൊരു കഴുതയുണ്ടോ? എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളുടെ ഭാഗമായതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു ഉത്തരം കറക്റ്റ് ആണ്. പക്ഷെ കോവർ കഴുത കറക്റ്റ് അല്ല. അത് മനുഷ്യന്മാരല്ലേ എല്ലാരും പറയാ. അത് കോവർ കഴുതാന്നല്ലേ പറയാ. കഴുത കറക്റ്റ് സുരാജ് ചേട്ടാ. നെക്സ്റ്റ് വൺ ചേച്ചി പറയാം. കഴുത കറക്റ്റാ, ഇയാളാണ് കറക്റ്റ് അല്ല. കഴുത പുലി എന്ന് പറയും. ഇവരാണ് പറഞ്ഞു തന്നത്. അത് ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞാൽ പോലെയായിരുന്നോ? ഇനി അടുത്തത്, ഒരു അപകടത്തിൽപ്പെട്ട ഒരു ആൺകുട്ടീനെ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ ഒരു നേഴ്സ് ഓടി വന്ന് എന്റെ മോനേന്ന് വിളിച്ച് കരഞ്ഞു. അല്പം കഴിഞ്ഞ് മറ്റൊരു നേഴ്സ് വന്നിട്ടും എന്റെ മോനേന്ന് വിളിച്ച് കരഞ്ഞു. അപ്പൊ സത്യത്തിൽ ഈ കുട്ടിയെ നേഴ്സുമാരുടെയും മകൻ തന്നെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നേഴ്സുമാരുടെ മകൻ തന്നെ ആയിരുന്നു ഈ കുട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ പറഞ്ഞെടുത്ത രീതി കൊണ്ടാണോ? ആണല്ലേ, ഞാൻ പറഞ്ഞെടുത്ത രീതി കൊണ്ടാണല്ലേ മനസ്സിലായത്? അതെ. അതെന്താ എനിക്ക് പറയുമ്പോ മാത്രം ബുദ്ധിയുടെ കാര്യം മാത്രം കറക്റ്റ് ആയിരുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ. നല്ല ബുദ്ധിയുള്ള ആളാ. ഇല്ലെങ്കിൽ ഷിപ്പിൽ എഞ്ചിനീയർ ഒന്നും ഇങ്ങനെ കിട്ടൂല. ഫോട്ടോ കാണിക്കാതെ. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത 1 ഡിസംബറിലുണ്ട്. അതെന്താണ്? ക്രിസ്മസോ? എല്ലാ മാസത്തിലും ക്രിസ്മസ് ഇല്ലല്ലോ. അതൊരു ആഘോഷല്ലേ, അതൊന്നല്ല. പിന്നെ എനിക്ക് വയ്യ ക്ലൂ ഒന്നും തരാൻ. ന്യൂ ഇയറോ? അല്ല സുരാജ് ചേട്ടാ, മറ്റു മാസങ്ങളിലൊന്നുമില്ല. ഡിസംബർ എന്നുള്ള പേര് മാത്രം നോക്കിയാൽ എനിക്ക് വയ്യ. ക്ലൂ കൊടുത്തല്ലേ? ക്ലൂ കൊടുത്ത്. അപ്പം
ആ ചോദ്യോത്തര പങ്ക്തി അവസാനിച്ചിരിക്കുകയാണ്. വളരെ എന്താ പറയാ, ഇത്രയും നല്ല സ്നേഹത്തോടെ ഞാൻ എല്ലാ ക്ലൂവും കൊടുത്ത് നിങ്ങൾ എല്ലാരും രക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ എന്നോടൊരു നന്ദി പറയാം. ഒന്നും തന്നില്ല. ഓക്കെ, നന്ദി തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് ആണ്. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. ചിരിയരങ്ങിലേക്ക് വീണ്ടും തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇനി എന്താണ് പറയാനുള്ളത് ഓഡിയൻസിനോട്? ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നാമത് ഞാൻ സുരാജ് ചേട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഫ്ലവേഴ്സ് TVയിലെ ഫസ്റ്റ് ഷോയ്ക്കാണ് ഞാൻ വരുന്നത്. ഈ ഷോ ഞാൻ TV-യിൽ കണ്ടിട്ടുള്ളതെന്നല്ലാതെ എനിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കുമോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഒത്തിരി റിസപ്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കുമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ആ ഒരു മനസ്സിൽ ആ ഒരു ഭയത്തോടു കൂടി തന്നെയാണ് വന്നത് സുരാജ് ചേട്ടനെ കണ്ടപ്പോൾ. പക്ഷെ സുരാജ് ചേട്ടനെ കണ്ട് 2 മിനിറ്റ് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി. ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് മിണ്ടാതിരിക്കോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തി. അതുകൊണ്ടാണ് ഈ ഷോ ഇപ്പൊ വൈൻഡപ്പ് ചെയ്തത്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പം ഐ എം ഫീലിംഗ് സോ ഹാപ്പി. എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വീട്. ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മയും മക്കളും എൻ്റെ ഹസ്ബൻഡും എല്ലാം ഇവിടുത്തെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്, വിശേഷം കേൾക്കാൻ വേണ്ടി ഇരിക്കും. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് ഐ എം ഫീലിംഗ് സോ ഗുഡ്. ഒരു ഹോൾ ഡേ നിങ്ങളുടെ കൂടെ ഇരുന്ന് എനിക്കതൊരു, നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് ഇന്ന് കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമായിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാനുള്ള ഒരു ഫീല് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. വളരെ രസകരമായിട്ട് ഒരുപാട് അനുഭവങ്ങളും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ച് ഇത്രയും നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ലുനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. വേറൊന്നുമല്ല, ഈ അവസാനം അങ്ങോട്ട് നിർത്തുമ്പോഴേ ഒരു ഇടിപെട്ട് ഡാൻസും കൂടെ അങ്ങോട്ട് കളിക്കാൻ പറ്റുമോ? റെഡിയാണ്, ഓഡിയൻസ് എല്ലാം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നിർത്തുന്നത് എനിക്ക് തോന്നുന്നു ഡാൻസിൽ തന്നെ നമുക്ക് പര്യവസാനിപ്പിക്കാം. എന്തായാലും വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഡാൻസ് കഴിഞ്ഞിട്ട് ബൈ പറയൂ കേട്ടോ. ഒരു അഡ്വാൻസ് ബൈ. Good night.